ജനാധിപത്യത്തിന്റെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാർ മാതൃകയിലാണ് രാജ്യത്താകമാനം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അതായത് നമ്മളിൽ പലരുടെ കൈവശമുള്ള വോട്ട് എന്ന അവകാശം കൂടി തട്ടിയെടുക്കുന്നു എന്നർത്ഥം. എന്നാൽ ആധാർ തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കണമെന്ന ഭൂരിപക്ഷം സംസ്ഥാന ഉദ്യോഗസ്ഥരും നിർദ്ദേശിച്ചില്ല. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. വിവിധ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തവണ SIR നടത്തിയ തീയതിയും അതിനുശേഷമുള്ള സാഹചര്യവും യോഗത്തിൽ വിശദീകരിച്ചിരുന്നു. ബീഹാറിൽ നടപ്പാക്കിയ പരിഷ്കരണ നടപടികൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. ഏതൊക്കെ രേഖകൾ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സ്വീകരിക്കാമെന്നതിൽ എല്ലാ ഉദ്യോഗസ്ഥരും അഭിപ്രായം അറിയിച്ചു. എന്നാൽ ആധാർ രേഖയായി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകിയിട്ടില്ല. ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യമനുസരിച്ച് തീവ്ര പരിശോധനയ്ക്ക് ഉപയോഗിക്കാവുന്ന രേഖകളുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ബീഹാറിന് പിന്നാലെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചും രാജ്യവ്യാപക SIRനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണെന്ന സൂചനയാണ് കമ്മീഷൻ നൽകുന്നത്. അതായത് വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും BJPയുടെ പക്ഷാഭേദം കാണിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് ജൂൺ 24 പ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നില്ല. ഇത് അതുവരെയുണ്ടായിരുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിരുന്നു. തീവ്ര പുനഃപരിശോധനയ്ക്കായി ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായിരിക്കെയാണ് പെട്ടെന്നുള്ള ഈ നീക്കം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർട്ടിക്കിൾ 326 പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. അതിനാൽ തന്നെ പരിശോധിച്ചുറപ്പിച്ച എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കരട് പട്ടികയിൽ നിന്ന് പേരുകൾ ഇല്ലാതാക്കാൻ കഴിയൂ. എന്നാൽ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇനി ബീഹാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീടുകൾ തോറുമുള്ള പരിശോധനയാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതോടൊപ്പം കമ്മീഷൻ നിർദ്ദേശിക്കുന്ന 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കുകയും വേണം. എന്നാൽ പുതുതായുള്ള നടപടിക്രമമായിരുന്നതിനാൽ ഇവയിൽ പലതും ബീഹാറിലെ ആളുകളുടെ പക്കലില്ല. അതിനാൽ രേഖകളില്ലാത്ത ആളുകളെ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് കണക്കാക്കി പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇത് ആർട്ടിക്കിൾ 326 പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന വോട്ടവകാശത്തിന്റെ സാർവത്രികതയുടെ പൂർണ്ണമായ ലംഘനമായിരുന്നു. ഈ ലംഘനം തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നതും. എന്നാൽ ബീഹാറിലെ വിഷയത്തെ മുൻനിർത്തി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. പക്ഷേ ഇത്രയുമധികം ആളുകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ശരിയാക്കുമെന്ന യാതൊരു ഉറപ്പും കമ്മീഷൻ നൽകിയില്ല. ഇതോടെയാണ് പൗരന്മാരുടെ വോട്ടവകാശം സംരക്ഷിക്കാൻ പ്രതിപക്ഷം നീക്കങ്ങൾ നടത്തിയത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുടനീളം സുതാര്യത നിലനിർത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു. വോട്ടവകാശം നിഷേധിക്കപ്പെട്ടവരിൽ ഗണ്യമായ പങ്കും ന്യൂനപക്ഷ സമുദായങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതാണ് ഇന്ത്യ മുഴുവൻ അവർ നടപ്പിലാക്കാൻ പോകുന്നത്. വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറിയവർ എന്നാണ് ഒഴിവാക്കപ്പെട്ട ആളുകളെ കുറിച്ച് സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. ആ പ്രസംഗത്തിലൂടെ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന മോദിയുടെ നീക്കം വ്യക്തമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു നിയോജക മണ്ഡലങ്ങളിലൊന്നിൽ നടന്ന വൻ വോട്ട് മോഷണം പരിഹരിക്കുന്നതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു. ഇതോടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷനെതിരെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. കമ്മീഷന്റെ പക്ഷപാതപരമായ സമീപനം ജനങ്ങൾക്കിടയിൽ പ്രചാരണത്തിലൂടെ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വമ്പൻ അട്ടിമറിയുണ്ടെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി രംഗത്തു വന്നത്.
വോട്ടർമാർ പൂരിപ്പിക്കേണ്ട ഫോം ഉദ്യോഗസ്ഥർ പൂരിപ്പിച്ച് വ്യാജ ഒപ്പിടുന്ന വാർത്താ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. തട്ടിപ്പ് കയ്യോടെ പിടികൂടി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ വോട്ട് മോഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ബ്രാഞ്ചായി മാറുന്ന കാഴ്ചയാണ് ബീഹാറിൽ നമ്മൾ കണ്ടത്. ബീഹാറിലെ മാധ്യമപ്രവർത്തകൻ അജിത് അൻജും പകർത്തിയ ദൃശ്യങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുൻപിൽ വിഷയം ഉന്നയിച്ചത്. പാറ്റ്നയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ബ്ലോക്ക് ഓഫീസിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനമെന്ന പേരിലാണ് അജിത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വോട്ടർമാർ പൂരിപ്പിക്കേണ്ട ഫോം ഉദ്യോഗസ്ഥർ പൂരിപ്പിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ശേഷം അവർ തന്നെ വോട്ടർമാരുടെ ഒപ്പിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അജിത്തിന്റെ ഫോൺ തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ഈ വാർത്തയോടെ പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായതുമില്ല. രേഖകൾ വ്യാജമായി തയ്യാറാക്കിയാണ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഈ സംഭവം. ബീഹാറിലെ 7.89 കോടിയോളം വരുന്ന വോട്ടർമാരിൽ 88% പേരും ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിച്ചു കഴിഞ്ഞെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. 4.5% പേർ, അതായത് 35 ലക്ഷത്തോളം പേരുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെന്ന് കമ്മീഷൻ പറയുന്നു. അവരിൽ 12 ലക്ഷത്തോളം പേർ മരിച്ചെന്നും 17 ലക്ഷം പേർ താമസം മാറിപ്പോയെന്നും ബാക്കിയുള്ളവർ ഒന്നിലധികം സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പെട്ടിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ കള്ളത്തരം ഇനി അങ്ങോട്ട് രാജ്യവ്യാപകമായി നടത്താൻ പോകുന്നു എന്ന് സാരം. അതായത് BJPയുടെ അജണ്ടകൾ നമ്മുടെ വാതിലിലും വന്ന് മുട്ടിയിരിക്കുന്നു എന്നർത്ഥം.